മിസ്സാവാത്ത ടൈപ്പ് റോഡ് കണ്ടാലോ. പിന്നെ ബിഗിനർ സെറ്റപ്പ് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം 2050 രൂപ ഉള്ളൂ കേട്ടോ ഈ റോഡിൻ്റെ വില. ഈ റോഡിൻ്റെ വില തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെസിഫിക്കേഷൻ. വെറും 2050 രൂപക്കാണ് നമ്മളിത് മേടിച്ചത്. പല കടകളിലും പല വിലക്കൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിളിച്ച് കഴിഞ്ഞപ്പോൾ 2600 പറഞ്ഞു. ചെറുമീൻ അടിച്ച വീഡിയോ. പിന്നെ ഇതിൽ കിട്ടിയ ഒരു മീനിൻ്റെ റിലീസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മളൊരു സാധനം കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മറ്റേ മോഡൽ ഷാഡ് ഇത് അവിടെ ഉണ്ടായിരുന്നു 50 രൂപയേ ഉള്ളൂ കേട്ടോ. 3 കൊല്ലമായിട്ട് ഈ ചൂട് ഉപയോഗിക്കുന്നത്. അപ്പം 3 കൊല്ലമായിട്ട് ഇവന്റെ വീഡിയോസും ചാനലും കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇവൻ ഇത് എങ്ങനെ ഉപയോഗിക്കണം. അത് പട്ടിനെ തല്ലണ പോലെ മീനിനെ അടിക്കണം. ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസിലൊക്കെ ഇവൻ മീനിനെ വെട്ടണതും ഇവൻ മീനിനെ ഹുക്കപ്പ് ചെയ്യണം കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ ചൂണ്ട ഒടിഞ്ഞെന്ന് എല്ലാവരും വിചാരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ചൂണ്ട ഇതായിരുന്നെന്ന് ഞാൻ ഇപ്പോഴും അറിയണം. അപ്പൊ ഞാൻ എന്തായാലും ഒരു 5-6 പീസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവനിപ്പോ ഇത് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതിന്റെ ഒപ്പം ഒരു 6 പീസ് എടുത്തിട്ടുണ്ട്. വീഡിയോ ഇത് ലൂക്കാനയുടെയാണ്. അത് പിന്നെ ഞാൻ ഇനി പറഞ്ഞിട്ടില്ല, തക്കുകാന ലൂക്കാനയുടെയാണ്. അപ്പൊ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള റോഡായിരുന്നു ഇതെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. എന്തായാലും ഇവനിത് കൊടുക്കണേ. ഓക്കെ, ഈ റോഡിൻ്റെ തുടക്കത്തെ പെർഫോമൻസ് നമ്മൾക്കൊന്ന് കണ്ടിട്ട് വരാം. പുള്ളി സാധനം ഒരു നീ റോഡ് ഞാനത് അറിഞ്ഞില്ല. Oh, yes. നല്ല കിലിക്കാച്ചി 2 kg പ്ലസ് ഉള്ള ഒരു അടിപൊളി ചെറുമീനാണ് ആദ്യം അടിച്ചേട്ടോ. Yes. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ റക്സൻ. വെൽക്കം ടു മൈ ചാനൽ ടാക്ലേറ്റ്സ് വ്ലോഗ്സ്. അപ്പോൾ ടാക്ലേറ്റ്സ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാ കൂട്ടുകാരും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ റോഡ് ഏതാണെന്ന് കൂട്ടുകാരൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റോഡ് നമ്മൾ എടുത്തത് ഫിഷിംഗ് ഹബ്ബിൽ നിന്നാണ് എടുത്തിട്ട് പനമ്പള്ളിയാർ. നമ്പർ എന്തായാലും നമ്മൾ ഇതിൽ പിൻ ചെയ്യേണ്ടിട്ട്, കാരണം കുറേ കടകളിലൊന്നും ചോദിച്ചിട്ട് ഇത് ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഇത് കണ്ടമാനം പേര് ഞാൻ ഇപ്പം ഈ അടുത്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കുറച്ച് പേര് റോഡ് എടുത്തിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാർ. ഞാൻ ഈ അടുത്ത് റോഡ് എടുത്തവരോട് എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ടുള്ള റോഡാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്തേക്കുന്നത് എക്സ് കാർബൺ എന്ന് പറയുന്നൊരു മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. എക്സ് കാർബൺ ആ ഒരു മെത്തേഡാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. നല്ല അടിപൊളി ഹുക്കപ്പ് റേഷ്യോയാണ് റോഡിൻ്റെ പ്രത്യേകത ഉണ്ടാകുന്നത്. കാര്യം നല്ല അടിപൊളി കാസ്റ്റിങ്. പിന്നെ നമുക്ക് അത്യാവശ്യം മീനെ വലിച്ച് പൊക്കി ലിഫ്റ്റ് ചെയ്ത് കയറ്റാൻ പറ്റും. എന്ന് വെച്ചാൽ ലിഫ്റ്റ് ചെയ്യണമെന്നില്ല, നമുക്ക് നോർമലി വലിച്ചെടുക്കുന്നതാണ് റോഡിന് നല്ലത്. പിന്നെ ഇത് പൊട്ടിച്ച് കാണിച്ചു തരട്ടെ. ഇതിൻ്റെ റാഫ്റ്റിങ് നല്ല രസമാണ്. അതിൻ്റെ ബോട്ടം സെക്ഷൻ നല്ല അടിപൊളി ഒരു ബ്ലൂ കളർ ഹാൻഡിൽ എടുത്തിട്ട് പൊട്ടിച്ചിട്ട് സൈഡിൽ നിന്നപ്പോൾ ഓൾറെഡി ലേറ്റ് ആയി. നന്നായി 8 മണി അടുപ്പിച്ച് ആവാറായി. കാരണം ഇന്നലെ രാത്രി ഞങ്ങൾ എടുത്ത് ഇവിടെ ഓരോ പേര് ബ്രാൻഡിൻ്റെ പേര് ലുക്കാനാന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മനസ്സിലാവില്ല, റോഡ് വളരെ കോലം മറിച്ച് നമ്മുടെ കൂട്ടുകാരൻ ചെയ്തു തന്നാണ്. നമുക്ക് വേണ്ടി പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി അങ്ങനെയൊന്നും ചെയ്തു തന്നാണ്. അപ്പോൾ നമുക്ക് ഏതാണെന്ന് ചോദിച്ചിട്ട് പറയണ്ടായിരുന്നില്ല. അവനും ഈ റോഡ് തന്നെ ഉപയോഗിക്കുന്നത്, അപ്പം പറയാനുണ്ടായിരുന്നില്ല. ഇതാണ് റോഡിൻ്റെ ടോപ്പ് സെക്ഷൻ. ഇതിൻ്റെ ടോപ്പ് സെക്ഷനും ബോട്ടം സെക്ഷനും നമ്മൾ ചെറിയൊരു ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു ചെറിയൊരു ലൂസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ റോഡ് എടുക്കണമെങ്കിൽ ടോപ്പ് സെക്ഷൻ എപ്പോഴും ടൈറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ.
2GB 210 MHBC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3GB 210 ടാക്കുകാരൻ 210 മീഡിയം ഹെവി വെയിറ്റ് ക്ലാസ് റോഡ് എന്ന് എഴുതിയേക്കാം. 2 സെക്ഷൻ ലൂറ് 50 to 120 ഗ്രാം 50 to 120 ഗ്രാം കാസ്റ്റിംഗ് വെയിറ്റ് ഉണ്ട്. ലൈൻ വെയിറ്റ് 15 to 30 LB. അതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. ലൂറ് നമുക്ക് 50 to 120 ഗ്രാം വരെ അറിയാൻ പറ്റും. പിന്നെ ലൈനിൻ്റെ കപ്പാസിറ്റി 15 to 30 LB ലൈൻ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞേക്കണം. ഈ റോഡ് നമ്മൾ എൻ്റെ ഫിഷിങ് ഇത്തിരി റഫായിട്ടുള്ളൊരു മീൻ പിടുത്തോണ്ട് നമ്മൾ പിടിക്കണം. ബ്രാലിനെ നമ്മൾ അടിച്ചടിച്ച് തന്നെ പിടിക്കാറ്. കാരണം ബ്രാല് പോലുള്ള മീനെ വലിയ കാര്യമായിട്ട് ഓടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ എനിക്ക് അങ്ങനെ പിടിച്ചാണ് ശീലം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി റഫായിട്ട് തന്നെ നമ്മുടെ റോഡ് നമ്മൾ അങ്ങനെ എല്ലാ ദിവസവും പൊന്നുപോലെ സൂക്ഷിക്കുന്ന ടൈപ്പല്ല. റഫായിട്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ റഫായിട്ട് യൂസ് ചെയ്യണവർക്ക് പറ്റിയ ഒരു റോഡാണ്. പിന്നെ ബിഗിനർ സെറ്റപ്പ് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം 2050 രൂപ ഉള്ളൂ കേട്ടോ ഈ റോഡിൻ്റെ വില. ഈ റോഡിൻ്റെ വില തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെസിഫിക്കേഷൻ. വെറും 2050 രൂപക്കാണ് നമ്മളിത് മേടിച്ചത്. പല കടകളിലും പല വിലക്കൊക്കെ വിൽക്കണ്ടിട്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ 2600 പറഞ്ഞ് കടക്കാർ. പിന്നെ എനിക്കിതിനെക്കുറിച്ച് കറക്റ്റ് ധാരണകളുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഒന്നും എടുത്തില്ല. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ജിം ചേട്ടനോട് വിളിച്ച് പറഞ്ഞ് പുള്ളി പോന്നോളാൻ പറഞ്ഞ്. ഇന്നലെ രാത്രി പോയിട്ട് 12 മണിക്ക് പോയിട്ട് സാധനം നമ്മൾ അപ്പോൾ തന്നെ പൊക്കി. ഈ കുറഞ്ഞ വിലയിൽ ഇത്രയും റഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത്രയും ഹുക്കപ്പ് റേഷ്യുള്ള ഇത്ര കാസ്റ്റിംഗ് ഉള്ള ഇത്രയും നമുക്ക് മീനെ ലിഫ്റ്റപ്പ് ചെയ്ത് അത്യാവശ്യം പൊക്കി ചില സ്ഥലത്തൊന്നും നമുക്ക് മീനെ ബ്രൈഡിൽ വലിച്ച് കയറ്റാൻ പറ്റില്ല. ഞാൻ ഏകദേശം 3 മീറ്റർ ഹൈറ്റിൽ നിന്നൊക്കെ, അതായത് താഴെ കരികൽ കെട്ടിൻ്റെ അടിയിൽ നിന്നൊക്കെ നമ്മൾ ഈ മീനെ വലിച്ച് പൊക്കി കയറ്റിയിട്ടുണ്ട്. ഒരു പ്രശ്നവും എനിക്ക് വന്നിട്ടില്ല. എന്ന് വെച്ചിട്ട് നിങ്ങൾ പൊക്കി കയറ്റണമെന്നല്ല, ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഫിഷിങ് ചെയ്യണത്. ഞാൻ ഇത്ര നാളായിട്ട് നമ്മളൊരു മീനെ പോലും നമ്മൾ പൊക്കി മാത്രമേ കയറ്റിയുള്ളൂ. നമുക്ക് ബ്രൈഡിൽ പിടിച്ച് കയറ്റാൻ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ആ മീനെ പൊക്കി കയറ്റുമ്പോൾ നമുക്ക് അത് എന്താ പറയുക, ഒരു റോഡിൽ കിട്ടുന്ന ഒരു സുഖമാണത്. ഞാനിത് എടുത്ത സമയം ശ്രദ്ധിച്ചായിരുന്നു. ഈ നിസ്സാര വിലയ്ക്ക് ഇത് കെ ഗൈഡാണ് കേട്ടോ. റോഡ് ഫുള്ള് കെ ഗൈഡാണ്. ഇതിൽ റീലായിട്ടില്ല. ബാനക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ റീലാണ്. നല്ല രസമാണ്, നല്ല സ്പീഡ്. നമുക്ക് റിട്രീവ് ചെയ്യാം. മീൻ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കിട്ടും. വലിയ സ്കൂളാണ് തന്നെ, 1ാം സ്കൂളാണ്. പ്രൊഗയുടെ ബ്രൈഡ് അതിൽ കിടക്കണം കേട്ടോ. ഇതിന് വെയിറ്റ് പക്ഷേ 250 ഗ്രാം വെയിറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ അത് ഈ റോഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് തോന്നണില്ല. എപ്പോഴും റോഡ് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ഗൈഡുകളെല്ലാം ഈക്വലായിട്ട് സ്ട്രെയിറ്റ് ആയിരിക്കണം കേട്ടോ. നമുക്കിതിരി മെഴുക അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അറിയാമല്ലോ. ഞാൻ മറന്നു പോയിട്ട് ഇവിടുത്തെ ഒരു കടയിൽ, ലോക്കൽ കടയിൽ നിന്ന് മേടിച്ചിട്ട് വല്ലാണ്ട് അപ്ലൈ ചെയ്തിട്ടാ, പിന്നെ കയറൂല, ചിരണ്ടി കളയേണ്ടി വരുമല്ലേ. മീഡിയം ലെവലിൽ കണ്ടറിയാമല്ലോ. എല്ലായിടത്തും ചെറിയൊരു കോട്ടിങ് പോലെ ആയി എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് നിർത്താം. ടൈറ്റ് കിട്ടാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ വീണ്ടും എറിഞ്ഞ് നമ്മളത് മറന്നു പോകും. ഇതിൻ്റെ ടോപ്പ് സെക്ഷനൊക്കെ എന്താ അവസ്ഥയെന്നല്ല. അങ്ങനെ മീനടിച്ചിട്ട് പൊടിഞ്ഞു പോകും. ഈ റോഡിൻ്റെ പരസ്യമൊന്നും ഇത് ഇത്രയും നല്ല റോഡായിരുന്നിട്ട് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. നല്ല സൂപ്പർ റോഡായിരുന്നു. പക്ഷേ ഇതിൻ്റെ പരസ്യമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ വീഡിയോ കാണുന്നവർ താല്പര്യമുള്ളവർ ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ. കാരണം ഇതുപോലെ പല റിസൾട്ടുള്ള പല സാധനങ്ങളും റിസൾട്ടുള്ള തവളകളും ലൂറുകളും എല്ലാം നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വാച്ച് ചെയ്യണവർ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ, മറക്കാതെ. നമ്മൾ സാധാരണ കേൾക്കണ്ട, പൊട്ടിക്കട്ടെ. മീൻ വില ഉണ്ടെങ്കിൽ മീൻ പൊട്ടിച്ചെടുക്കട്ടെ. ഈ പൊട്ടിക്കാനുള്ള വിലയുള്ള മീനുണ്ടെങ്കിൽ അടിച്ച് പിടിങ്ങി പൊട്ടിക്കട്ടെ. നമ്മൾ നോർമൽ കെട്ടാണ് കെട്ടണം കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചിട്ട് പിന്നെ കെട്ടി കാണിച്ചു തരാം. ഈ കെട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റുന്നു. ഇങ്ങനെ ഉള്ളിൽ കൂടി എടുത്തിട്ട് വീണ്ടും അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ കയറ്റുന്നു. അപ്പോൾ അവിടെ ലൂപ്പായി. നേരെ ഇത് ഇങ്ങനെ ബാക്കിലേക്ക് ഉരുത്തി വലിക്കാം. അധികം ബ്രൈഡ് വേസ്റ്റ് ചെയ്യേണ്ട. അതിന് ശേഷം ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഒരു കെട്ട് പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി 6 പ്രാവശ്യം എടുക്കണം. അതിൻ്റെ മുകളിലെടുത്താലും കുഴപ്പമൊന്നുമില്ല. ലൂപ്പ് ചെയ്തില്ലെങ്കിൽ പൊട്ടിപ്പോവും. ഉരുക്കിയിട്ട് ബേണായിട്ട് അതാണ് ലൂപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ സൈഡ് ഒന്നും കൂടി വലിക്കുക, ഈ സൈഡ് ഒന്നും കൂടി വലിക്കുക. ഞാനിങ്ങനെ ബ്രൈഡ് നേരിട്ട് അറ്റാച്ച് ചെയ്യണമെന്ന് വെച്ചാൽ ആരും ഇങ്ങനെ ചെയ്യരുതില്ല. കാരണം മീൻ മിസ്സാവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇപ്പോൾ തവള പൊട്ടിപ്പോയാലും നമ്മുടെ ഫേവറേറ്റ് തവള പൊട്ടിയതിന് വിഷമം ഉണ്ടാവും. എന്നാലും എനിക്ക് ഇനി എറിഞ്ഞ് ശീലമായി പോയി. എനിക്ക് ഇങ്ങനെ എറിഞ്ഞാൽ മാത്രം ആക്ഷൻ കിട്ടുന്നുള്ളതാണ് പ്രശ്നം. നമ്മളിതേ അവിടെ നിന്ന് ഒരു സിസേഴ്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. സിസേഴ്സ് അല്ല, പ്ലെയർ, സ്പ്ലിറ്റ് റിംഗ് പ്ലെയർ. നമുക്ക് അത്യാവശ്യം ചെറിയ പരിപാടിക്കൊക്കെ പറ്റിയ
സ്പ്ലിറ്ററിംഗ് പ്ലെയർ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ വേറെ ചെയ്യണമായിരിക്കട്ടെ. അപ്പോൾ അതായത് നമ്മൾ പുതിയ റോഡിൻ്റെ കാസ്റ്റിംഗ് തുടങ്ങിയാണ്. ഷാഡ് ഇന്നലെ മേടിച്ച ഷാഡാണ്ട് വെച്ചേക്കാം, എന്തായാലും കിട്ടുമോ നോക്കാം. ഇതാണ് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. മീനടി കുറവാണ്, എന്തായാലും ഒരാഴ്ചക്കുള്ളിലെങ്കിലും നമ്മൾ പിന്നെ ട്രൈ ചെയ്ത് പിടിക്കുമ്പോൾ വർക്ക് കൂടുതലായതുകൊണ്ട് നമുക്ക് ഫിഷിങ്ങിന് ഇറങ്ങില്ല, ടൈം വളരെ കുറവാണ് കിട്ടണം. പിന്നെ ഞായറാഴ്ച പള്ളിപ്പെരുന്നാളാണ്, ചൂണ്ടെടുക്കാൻ സമ്മതിക്കില്ല. എന്തായാലും നോക്കാം, അടുത്ത ആഴ്ച എന്തായാലും ഒരു മീൻ പിടിക്കും. ചെറിയ ഓടമോട്ടം കണ്ട ചെറുതാണെങ്കിൽ വെള്ളത്തിൽ വെക്കുമ്പോൾ തന്നെ ഇത് പോകും.